ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇവിടെ 5% ചാലഞ്ച് എടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊരു എക്സ്പെരിമെന്റ് മാത്രമാണ്. കാരണം സിസ്റ്റം കൺസിസ്റ്റന്റ് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് നമ്മളുടെ സിസ്റ്റം ലാഗ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ്. ചാലഞ്ച് പാസ്സാവുക എന്നുള്ളതല്ല, സിസ്റ്റത്തിന്റെ അസസ്മെന്റ് മാത്രമാണ് ഈ ചാലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് നോർമലി 5%ന്റെ ഹോം പേജ് ഇതാണ്. ഇതിൽ നമ്മൾ ചാലഞ്ചസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. നമ്മൾ എടുക്കാൻ പോകുന്നത് ഹൈ സ്റ്റേക്സ് എന്ന 2-step പ്രോഗ്രാമാണ് എടുക്കാൻ പോകുന്നത്. $39 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ചാലഞ്ച് ഫേസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 5K അക്കൗണ്ടാണ് എടുക്കുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു ഓൾറെഡി. ആദ്യം തന്നെ ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, കൺട്രി, പ്രൈവസി പോളിസി ടൈംസ് എഗ്രി ചെയ്ത് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ സൈൻ അപ്പ് ചെയ്തിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തതിന് ശേഷം ഈ അക്കൗണ്ട് ഓവർവ്യൂ ടാബിൽ ന്യൂ അക്കൗണ്ട് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഈ പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഹൈ സ്റ്റേക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 5K അക്കൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇന്ത്യൻ മണി വരുന്നത് നിങ്ങൾക്കത് USD അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. കൺട്രി കോഡ് കാര്യങ്ങൾ, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം കൺഫേം. എനിക്ക് $7 ഒരു വാളറ്റിലുള്ള ഓൾറെഡി ഉള്ള ഒരു എമൗണ്ടാണ്. സോ $32. നമുക്കിപ്പോൾ പുതിയ അക്കൗണ്ട് നമുക്ക് ക്രെഡൻഷ്യൽസ് നമുക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ MT5 പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത അക്കൗണ്ട് ഓവർവ്യൂവിൽ നമ്മളുടെ പുതിയ ഹൈ സ്റ്റേക്ക് ചാലഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്ന വിൻഡോ ഇതാണ്. റൂൾസ് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടൊരു വിൻഡോ നമുക്ക് വരും. സ്റ്റെപ്പ് 1 ടാർഗറ്റ് 8%, സ്റ്റെപ്പ് 2 ടാർഗറ്റ് 5%. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ടൈം ലിമിറ്റഡ് അൺലിമിറ്റഡ് ആണ്. 5% ഡെയിലി ഡ്രോ ഡൗൺ ഉണ്ട്. 10% മാക്സിമം ലോസ്. മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് 3 ഡേയ്സ് വേണ്ടതുണ്ട്. ന്യൂസ് ടൈമിൽ 2 minutes ബിഫോർ ആൻഡ് 2 minutes ആഫ്റ്റർ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 21 ഡേയ്സ് ഇനാക്റ്റീവ് ആയിരുന്നാൽ അക്കൗണ്ട് പോകുന്നതായിരിക്കും. സോ ഹൈ സ്റ്റേക്സിൻ്റെ ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ് ടാർഗറ്റ്. ഇത് സ്റ്റെപ്പ് 1 ചാലഞ്ചിൻ്റെ അക്കൗണ്ടാണ്. അതിൽ നമ്മളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് $400 ആണ്, വിച്ച് ഈസ് 8%. മാക്സിമം ലോസിൻ്റെ ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 10% മാക്സിമം ലോസ്. ഡെയിലി ലോസ് ലെവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 4750. അതായത് ഇന്നത്തെ $4750 വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ആവുന്നതായിരിക്കും. സോ അത് ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നതനുസരിച്ച്. ഇക്വിറ്റി ഓർ ബാലൻസ് വിച്ച് എവർ ഈസ് ഹയർ അതിൻ്റെ 5% കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും വരുന്നത് ഡെയിലി ഡ്രോ ഡൗൺ. ഇത് ഇനാക്റ്റീവ് ഡേയ്സ് 21 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ എത്ര ദിവസം നമ്മൾ ഇനാക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ ഡെയിലി എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നതനുസരിച്ച് അപ്ഡേറ്റ് ആവും. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മളിതിലൊരു ട്രേഡും എടുത്തിട്ടില്ല. ഇക്വിറ്റി 5000 ആണ്, 5000 ബാലൻസ്, ടോട്ടൽ ട്രേഡ്സ് 0 ആണ്. ഓക്കെ, സോ ഫർദർ ഇതിൽ ട്രേഡ്സ് എടുക്കുമ്പോൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവും. അതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.